നമസ്കാരം. ബംഗളൂരുവിലെ നഴ്സിംഗ് കോളേജുകളിൽ BSc നഴ്സിംഗിന് പഠിക്കാൻ പോകുന്ന മലയാളി വിദ്യാർത്ഥികൾ തുടർച്ചയായി ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു. പരാതി നൽകിയാലും അന്വേഷണമില്ല. 10 മുതൽ 15 ലക്ഷം രൂപ വരെ തലവരി പണം നൽകിയാണ് അഡ്മിഷൻ നേടുന്നത്. വീട് ഈട് നൽകി വായ്പയെടുത്തും വിദ്യാഭ്യാസ വായ്പയെടുത്തും തലവരി പണവും ഫീസും നൽകുന്നു. പഠിച്ചിറങ്ങിയാൽ വിദേശത്തായാലും സ്വദേശത്തായാലും അധികം താമസിയാതെ ജോലി ലഭിക്കുമെന്ന് മോഹം. നഴ്സിംഗ് കോളേജുകളുടെ ഹബ്ബായി മാറിയ ബംഗളൂരുവിലും സമീപ പ്രദേശങ്ങളിലും അംഗീകാരമുള്ളതും ഇല്ലാത്തതുമായ 200-ലധികം നഴ്സിംഗ് കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അംഗീകൃത കോളേജിന്റെ പേരിൽ അഡ്മിഷൻ നൽകി അതേ ക്യാമ്പസ് വളപ്പിലെ അംഗീകാരമില്ലാത്ത കോളേജിലാണ് പഠിപ്പിക്കുന്നത്. ഇത്തരത്തിൽ അംഗീകാരമുള്ള ധനന്തൂരി കോളേജിൽ ഒരേ ക്യാമ്പസിൽ വിവിധ പേരുകളിൽ 7 നഴ്സിംഗ് കോളേജുകൾ അനധികൃതമായി പ്രവർത്തിച്ചു വരുന്നു. എല്ലാത്തിനും കൂടി ഒരൊറ്റ ലൈസൻസ് മാത്രം. മുഹമ്മദ് ആരിഫ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ധന്വന്തരി കോളേജ്. ഈ കോളേജിലാണ് അടുത്തടുത്ത് 3 മരണങ്ങൾ ആത്മഹത്യ എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൊലപാതകങ്ങളെ ആത്മഹത്യയാക്കി മാറ്റുന്നതിൽ വിദഗ്ധ പരിശീലനം നേടിയവരാണ് കർണാടക പോലീസ് എന്ന് രക്ഷിതാക്കൾ പറയുന്നു. ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളിൽ അധികവും കെട്ടിത്തൂങ്ങി മരിച്ച നിലയിലാണ്. പലതും ജനൽ കമ്പികളിൽ തൂങ്ങി മരിച്ച നിലയിൽ, കാലുകളുടെ മുട്ടോളം ഭാഗം തറയിൽ മുട്ടിയ നിലയിലും. പോലീസ് പകർത്തിയ ദൃശ്യങ്ങളിലും ഇത് വ്യക്തം. ഇതൊക്കെ അന്വേഷണം പോലും നടത്താതെ ആത്മഹത്യയാക്കി. കോളേജ് മാനേജ്മെന്റിന്റെ സ്വാധീനത്തിന് വഴങ്ങി മാനേജ്മെന്റിനെ സഹായിക്കുന്ന നിലപാടിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. പരാതിയില്ല എന്ന് എഴുതി നൽകിയാൽ മാത്രമേ മൃതദേഹം വിട്ടു നൽകൂ. ഇതോടെ പോലീസ് പറയുന്നതനുസരിച്ച് മൃതദേഹവുമായി തിരിച്ചു പോവുകയാണ് രക്ഷിതാക്കൾ. മരണ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള അപേക്ഷയ്ക്ക് ആവശ്യമായ രേഖകൾ കൈമാറാൻ പോലും കോളേജ് അധികൃതരും പോലീസും തയ്യാറാകുന്നില്ല. ഇതിന് ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിക്കേണ്ടി വരുന്നു. കമ്മീഷന് വേണ്ടി അവിടെ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികളും അഡ്മിഷൻ എടുത്ത് നൽകുന്നതിൽ നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. ഇതിലൂടെ തങ്ങൾ നൽകിയ തലവരി പണം തിരികെ ലഭിക്കുന്നു. വിദ്യാർത്ഥികളെ മറ്റു പല നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താനും കോളേജിലെ ഇടനിലക്കാർ പ്രേരിപ്പിക്കുന്നു. ഹോസ്റ്റൽ വാർഡന്മാർ ഇതിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നുമുണ്ട്. ഇതിനെതിരെ പ്രവർത്തിക്കുന്നവർക്കാണ് പലപ്പോഴും ജീവൻ നഷ്ടമാകുന്നതും. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.